സ്വാതന്ത്ര്യ ദിനാഘോഷവും അനുമോദന സദസ്സും. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITA ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. കോറോം പ്രിയദർശിനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് മുരളി പള്ളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കെ ശ്രീനിവാസൻ സ്വാതന്ത്ര്യ സ്മൃതി ഭാഷണം നടത്തി. ഒരു ഭരണഘടനയിലൂടെ, ലോകം ആരാധിക്കുന്ന മഹത്തായ ഭരണഘടനയിലൂടെ പൗരന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വസ്ത്രത്തിനും ജീവിക്കാനുമുള്ള അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ, എന്തിനധികം പറയുന്നു, വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ, വിവരസാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രം അഭിമാനിക്കാവുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ 2 പരിഷ്കാരങ്ങൾ, ഭക്ഷ്യ സുരക്ഷാ നിയമം. സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് ദേശീയ വിമോചനം 1947 ഉണ്ടായാലും ആ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമാക്കാൻ പിന്നീടുള്ള ഭരണകൂടങ്ങളാണ് നിയമനിർമ്മാണങ്ങളിലൂടെ ചെയ്യുന്നത്. ആ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ, എൻ്റെ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച കോൺഗ്രസ് ഭരണം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഇന്നും പറയുന്നത് മൻമോഹൻ സിംഗിന്റെ ഭരണമായിരുന്നു. മൻമോഹൻ സിംഗിന്റെ ഭരണം, ഭക്ഷ്യ സുരക്ഷാ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, സുപ്രധാന നിയമനിർമ്മാണങ്ങളിലൂടെ ആ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു മഹാപ്രവാഹമായിരുന്നു പിന്നീട് കോൺഗ്രസ് ഭരണകാലം. കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc ഫിസിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ കെ കീർത്തനയെ ചടങ്ങിൽ അനുമോദിച്ചു. ശങ്കരൻ മണിയറ, PV വിജയൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ, അനിത രമേശൻ, KP സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് College of Aviation and Management Studies, Payyanur. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.